ഒന്നാമത്തെ ചോദ്യം, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ്: വാഹനത്തിന്റെ വീതിപരിധി, വേഗപരിധി, ആക്സിൽ ഭാരപരിധി, വാഹനത്തിന്റെ ഉയരപരിധി. 18 സെക്കൻഡ്സ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ക്വസ്റ്റ്യന് കിട്ടുമെങ്കിൽ ഒന്ന് മനസ്സിൽ പറയുക. ആൻസറുമായിട്ട് ഞാൻ പറഞ്ഞ ശേഷം ഒത്തുനോക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ആക്സിൽ ഭാരപരിധിയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. മോട്ടോർ സൈക്കിൾ നിർത്തുന്നത് എങ്ങനെ? ഓപ്ഷൻസ്: പിൻ ബ്രേക്കുകൾ ഉപയോഗിക്കുക, വേഗത കുറഞ്ഞതിന് ശേഷം ഫ്രണ്ട് ബ്രേക്ക് ഉപയോഗിക്കുക, മുന്നിലും പിന്നിലും ഒരേ സമയം ബ്രേക്കുകൾ ഉപയോഗിക്കുക, പിൻ ബ്രേക്ക് മാത്രം ഉപയോഗിക്കുക, ഫ്രണ്ട് ബ്രേക്ക് മാത്രം ഉപയോഗിക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. മുന്നിലും പിന്നിലും ഒരേ സമയം ബ്രേക്കുകൾ ഉപയോഗിക്കുക. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. സംസ്ഥാന ഗവൺമെൻറ് അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥന് ഒരു വാഹനത്തിന് ഡ്രൈവർ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ കാരണമുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കാനും അല്ലെങ്കിൽ പിടിച്ചെടുക്കാനും അസാധുവാക്കൽ നടപടിക്ക് വേണ്ടി അത് ലൈസൻസിംഗ് അതോറിറ്റിക്ക് കൈമാറാവുന്നതുമാണ്. ഇതിലെ താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഏതാണ് ശരി ഉത്തരമെന്ന് നോക്കാം. ഇതിലെ ഉത്തരം ഓപ്ഷൻ സി ആണ്. സുരക്ഷിതമല്ലാത്ത അവസ്ഥയിൽ വാഹനം ഉപയോഗിക്കുന്നത് കണ്ടാൽ. അതാണ് ആൻസർ. ഇനി നമുക്ക് നാലാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ഓട്ടോറിക്ഷ പാർക്കിംഗ് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? 4 ചിഹ്നങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ ഓട്ടോറിക്ഷ പാർക്കിംഗ് ഏതാണെന്നാണ് ചോദ്യം. ഓട്ടോറിക്ഷയുടെ ചിഹ്നം നിങ്ങൾ പാർക്കിംഗ് എന്ന ബോർഡിൽ കാണുന്നുണ്ട് അല്ലേ? അവിടെ ഒരു ഓട്ടോൻ്റെ ചിഹ്നമുണ്ട്. അപ്പോൾ അതാണ് ഓട്ടോറിക്ഷ പാർക്കിംഗ്. ഇതിൻ്റെ ആൻസർ വന്നിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്, ഓട്ടോറിക്ഷ പാർക്കിംഗ്. ഇനി നമുക്ക് അഞ്ചാമത്തെ ചോദ്യം നോക്കാം. ഒരു ഇലക്ട്രിക് നോൺ ട്രാൻസ്പോർട്ട് വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ പ്ലേറ്റിൻ്റെ നിറം എന്താണ്? ഒരു ഇലക്ട്രിക് നോൺ ട്രാൻസ്പോർട്ട് വാഹനം. ഓപ്ഷൻസ്: പച്ച നിറത്തിൽ കറുത്ത അക്ഷരം, പച്ച പ്രതലത്തിൽ വെള്ള അക്ഷരം, പച്ച പ്രതലത്തിൽ മഞ്ഞ അക്ഷരം, വെള്ള പ്രതലത്തിൽ പച്ച അക്ഷരം. അപ്പോൾ ഇലക്ട്രിക് നോൺ ട്രാൻസ്പോർട്ട് വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ പ്ലേറ്റിൻ്റെ നമ്പർ പ്ലേറ്റിൻ്റെ നിറം ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ്, പച്ച പ്രതലത്തിൽ വെള്ള അക്ഷരങ്ങൾ. ആറാമത്തെ ചോദ്യം, പുതിയ കാറിന് ഒറ്റത്തവണ നികുതി അടക്കുന്നത് എത്ര വർഷത്തേക്കാണ്? വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുന്നത് വരെ, പിന്നെ 5 വർഷം, 10 വർഷം, 15 വർഷം. പുതിയ കാറിന് ഒറ്റത്തവണ നികുതി അടക്കുന്നത് എത്ര വർഷത്തേക്കാണ്? അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 15 വർഷമാണ് ഉത്തരം. ഒറ്റത്തവണ നികുതി അടക്കുന്നത് 15 വർഷം. നമുക്ക് ഏഴാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ഏഴാമത്തെ ചോദ്യം, ഈ ചിഹ്നം ഇൻസ്ട്രുമെൻ്റ് കൺസോളിൽ എന്തിനെ പ്രതിനിധീകരിക്കുന്നു? ഓപ്ഷൻസ്: വാഹനത്തിന് എയർ ബാഗ് ഉണ്ട്, സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല, എയർ ബാഗ് പ്രവർത്തിക്കുന്നില്ല, വാഹനത്തിൽ കുട്ടികളുണ്ട്. ഈ ചിഹ്നം ഇൻസ്ട്രുമെൻ്റ് കൺസോളിൽ എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? ഏഴാമത്തെ ചോദ്യം. എയർ ബാഗ് പ്രവർത്തിക്കുന്നില്ല എന്നതാണ് ഈ ഒരു ചിഹ്നം സൂചിപ്പിക്കുന്നത്. ഇത് കാറിൻ്റെ 4 വീലറിൻ്റെയാണ് കേട്ടോ. ഇനി എട്ടാമത്തെ ചോദ്യം, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? കന്നുകാലികളെ നിരോധിച്ചിരിക്കുന്നു, റോഡിൽ കന്നുകാലികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, കന്നുകാലികളെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ നിരോധിച്ചിരിക്കുന്നു, കന്നുകാലികളെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ അനുവദിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, റോഡിൽ കന്നുകാലികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, മുന്നറിയിപ്പ് ബോർഡാണ്. ഒമ്പതാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. രജിസ്ട്രേഷൻ ഇല്ലാതെ ഒരു പൊതുസ്ഥലത്ത് വാഹനം ഓടിക്കുകയോ അല്ലെങ്കിൽ വാഹനം ഉപയോഗിക്കുന്നതിന് കാരണമാകുകയോ അല്ലെങ്കിൽ അനുവദിക്കുകയോ ചെയ്താൽ ആദ്യത്തെ കുറ്റത്തിന് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ്? ഓപ്ഷൻസ്: 2000 രൂപ, 5000 രൂപ, 10000 രൂപ, 3000 രൂപ. ഇതിൻ്റെ ഉത്തരം വരുന്നത് 5000 രൂപ പിഴയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. നമുക്ക് പത്താമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ഒരു ട്രെയിലർ മറികടക്കുന്നത് കാർ കടന്നു പോകുന്നതിനേക്കാൾ അപകട സാധ്യതയുള്ളതാണ്. എന്തുകൊണ്ട്? ട്രെയിലറുകൾ കാറുകളേക്കാൾ നീളമുള്ളതുകൊണ്ട്, ട്രെയിലറുകൾ പെട്ടെന്ന് സ്പീഡ് കൂടിയേക്കാം, ട്രെയിലറുകളുടെ ബ്രേക്കുകൾ അത്ര മികച്ചതല്ല, ട്രെയിലറുകൾ കൂടുതൽ സാവധാനത്തിൽ കുന്നുകൾ കയറുന്നു. ഇതിൻ്റെ ആൻസർ എന്താണെന്ന് വെച്ചാൽ ഓപ്ഷൻ എ ആണ്, ട്രെയിലറുകൾ കാറുകളേക്കാൾ നീളമുള്ളതാണ്. ഇനി നമുക്ക് 11ാമത്തെ ചോദ്യം നോക്കാം.
ലോറികളിൽ ചരക്കുകൾ കയറ്റുമ്പോൾ ഓപ്ഷൻസ് 30 സെൻറ്റിമീറ്റർ വരെ ഇരുവശത്തേക്കും ചരക്കുകൾ തള്ളി നിൽക്കാം, ഇരുവശത്തേക്കും ചരക്കുകൾ തള്ളി നിൽക്കാൻ പാടില്ല, 50 സെൻറ്റിമീറ്റർ വരെ ഇരുവശത്തേക്കും ചരക്കുകൾ തള്ളി നിൽക്കാം, 100 സെൻറ്റിമീറ്റർ വരെ ഇരുവശത്തേക്കും ചരക്കുകൾ തള്ളി നിൽക്കാം. 11ാമത്തെ ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇരുവശത്തേക്കും ചരക്കുകൾ തള്ളി നിൽക്കാൻ പാടില്ല. നമുക്ക് 12ാമത്തെ ചോദ്യം നോക്കാം. ഒരു വീടിൻ്റെ ഗേറ്റിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? വഴി തടസ്സമില്ലെങ്കിൽ മറ്റൊന്നും നോക്കാതെ റോഡിലിറങ്ങാം, കാൽനട യാത്രക്കാരെ മാത്രം പരിഗണിക്കാം, വാഹനം നിലവിൽ റോഡിലുള്ള മോട്ടോർ വാഹനങ്ങൾക്കും മറ്റ് ഗതാഗതത്തിനും മുൻഗണന നൽകണം. ഓപ്ഷൻ ഡി MT ആണ്. അത് ആപ്പിൻ്റെ പ്രോബ്ലമാണ് കേട്ടോ, സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് സി ആണ്. വാഹനം നിലവിൽ റോഡിലുള്ള മോട്ടോർ വാഹനങ്ങൾക്കും മറ്റ് ഗതാഗതത്തിനും മുൻഗണന നൽകണം. ആൻസർ സി ആണ്. 13ാമത്തെ ചോദ്യം. ടയറിൽ ചാലുകൾ ഇടുന്നതിൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? ടയറിൻ്റെ സൗന്ദര്യാത്മക ആകർഷണം വർദ്ധിപ്പിക്കുന്നതിന്, ട്രാക്ഷൻ നൽകുന്നതിനും ഇന്ധനക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും, ട്രാക്ഷൻ നൽകുന്നതിനും ജലവിതരണം സുഗമമാക്കാനും, ടയറിൻ്റെ ട്രെഡ് തേയ്മാനം കുറയ്ക്കാൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ജലവിതരണം സുഗമമാക്കാനും ട്രാക്ഷൻ നൽകാനും വേണ്ടിയിട്ടാണ് ടയറുകൾക്ക് ചാലുകൾ, ഗ്രൂവ്സ് ഇടുന്നത്. 14. മോട്ടോർ കാറിൽ 3ാം രജിസ്ട്രേഷൻ മാർക്കിൻ്റെ സ്ഥാനം എവിടെയാണ്? പിൻ വിൻഷീൽഡ് ഗ്ലാസിൻ്റെ ഇടതുവശം മുകളിൽ, പിൻ വിൻഷീൽഡ് ഗ്ലാസിൻ്റെ വലതുവശത്ത് മുകളിൽ, മുൻവശത്തെ വിൻഷീൽഡ് ഗ്ലാസിൻ്റെ ഇടതുവശത്ത് മുകളിൽ, ഫ്രണ്ട് വിൻഷീൽഡ് ഗ്ലാസിൻ്റെ വലതുവശത്ത് മുകളിൽ. സ്ഥാനമാണ് ചോദിച്ചത്. മോട്ടോർ കാറിൽ 3ാം രജിസ്ട്രേഷൻ മാർക്കിൻ്റെ സ്ഥാനം. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. മുൻവശത്തെ വിൻഷീൽഡ് ഗ്ലാസിൻ്റെ ഇടതുവശത്ത് മുകളിലാണ്. 15ാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ദൈർഘ്യപരിധി സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഇതിലേതാണ്? ദൈർഘ്യപരിധി 4 ചിഹ്നങ്ങൾ തന്നിട്ടുണ്ട്. ഇതിലേതാണ് ദൈർഘ്യപരിധി സൂചിപ്പിക്കുന്ന ചിഹ്നം? 15. ആക്സിൽ ഭാരപരിധിയുണ്ട്, ഉയരപരിധിയുണ്ട്, വീതി പരിധിയുണ്ട്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ, ദൈർഘ്യപരിധി സൂചിപ്പിക്കുന്നത്. 16ാമത്തെ ചോദ്യം. മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻ 2017 നിർവചനം അനുസരിച്ച് റൈഡർ എന്നാൽ ആരാണ്? ഡ്രൈവർക്ക് പുറമെ മോട്ടോർ വാഹനത്തിൽ സഞ്ചരിക്കുന്ന വ്യക്തി, ഡ്രൈവർ ഉൾപ്പെടെ മോട്ടോർ വാഹനത്തിൽ സഞ്ചരിക്കുന്ന വ്യക്തികൾ, കൂലിക്കോ പ്രതിഫലത്തിനോ വേണ്ടി വാഹനത്തിൻ്റെ ഡ്രൈവർ അല്ലാതെ മോട്ടോർ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന വ്യക്തികൾ എല്ലാം ശരിയുത്തരമാണ്. മുകളിൽ പറഞ്ഞ 3ഉം ശരിയുത്തരമാണ് എന്നാണ് പറയുന്നത്. റൈഡർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഡ്രൈവർക്ക് പുറമെ മോട്ടോർ വാഹനത്തിൽ സഞ്ചരിക്കുന്ന വ്യക്തി. ഇനി നമുക്ക് 17ാമത്തെ ചോദ്യം നോക്കാം. കനത്ത മഴയ്ക്ക് ശേഷം നിങ്ങളുടെ വാഹനത്തിൻ്റെ സ്റ്റോപ്പിംഗ് ദൂരം വർദ്ധിപ്പിക്കുന്നതിന് പ്രധാന കാരണം എന്താണ്? വലിയ കുഴികൾ കാണാൻ കഴിയില്ല, ബ്രേക്കുകൾ നനഞ്ഞതിനാൽ തെന്നിപ്പോകുന്നു, ടയറുകൾ റോഡിൽ ഗ്രിപ്പ് കുറവാണ്, വിൻസ്ക്രീനിലെ വെള്ളം നിങ്ങളുടെ മുന്നിലുള്ള റോഡിൻ്റെ കാഴ്ചയെ മറക്കുന്നതുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് സി ആണ്. ടയറുകൾക്ക് റോഡിൽ ഗ്രിപ്പ് കുറവായതുകൊണ്ട്. ഇനി നമുക്ക് 18ാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ഇടതുവശത്തു കൂടി നിങ്ങൾക്കൊരു വാഹനത്തെ മറികടക്കാൻ കഴിയുന്ന സാഹചര്യം ഏതാണ്? മുന്നിലുള്ള വാഹനത്തിൻ്റെ ഡ്രൈവർ വലത്തോട്ട് സിഗ്നൽ നൽകി റോഡിൻ്റെ മധ്യഭാഗത്തു നിന്ന് തിരിയാൻ തുടങ്ങുമ്പോൾ ഓവർടേക്ക് ചെയ്യേണ്ട വാഹനം നിശ്ചലമാണ്. ഇടതുവശത്തു കൂടി മറികടക്കുന്നത് സുരക്ഷിതമാണെങ്കിൽ മൾട്ടി ലൈൻ റോഡിൽ ഇടതുവശത്തെ പാതയിലൂടെ മുന്നിലൂടെ വാഹനത്തെ സുരക്ഷിതമായി മറികടക്കാൻ കഴിയുമെങ്കിൽ. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. 19ാമത്തെ ചോദ്യം. വാഹനം ഓടിക്കുമ്പോൾ ആവശ്യത്തിലധികമോ തുടർച്ചയായോ അനാവശ്യമായോ ഹോൺ മുഴക്കിയാൽ ആദ്യ തെറ്റിന് ഡ്രൈവർക്ക് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ്? 500 രൂപ, 1000 രൂപ, 1500 രൂപ, 2000 രൂപ. 500, 1000, 1500, 2000. പിഴകളുടെ സെപ്പറേറ്റ് ചോദ്യം ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് ഇപ്പോൾ 1000 രൂപയാണ്. ഓപ്ഷൻ ബി ആണ്. ഇനി 20ാമത്തെ ചോദ്യം. നിയമം അനുശാസിക്കുന്ന പരിധിക്ക് മുകളിലുള്ള മലിനീകരണമുള്ള വാഹനം ഓടിക്കുന്നത് അടിയന്തര ഘട്ടങ്ങളിൽ മാത്രം അനുവദിക്കും. കുറ്റമാണ്. വാഹനം അപകടത്തിൽപ്പെട്ടാൽ മാത്രം കുറ്റം. വാഹനം പതിയെ ഓടിക്കാം. പരിധി ഓവർ സ്പീഡ്, മലിനീകരണം, വാഹനം ഓടിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, കുറ്റമാണ്. ഇനി നമുക്ക് 21ാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം.
ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? മുന്നിൽ സ്കൂളുണ്ട്. കാൽനട യാത്രക്കാർ റോഡ് മുറിച്ച് കടക്കുന്ന സ്ഥലമാണ്. സ്കൂൾ കുട്ടികൾക്കുള്ള കാൽനടപ്പാത. സ്കൂൾ കുട്ടികൾക്കുള്ള കാൽനട ക്രോസിംഗ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. മുന്നിൽ സ്കൂളുണ്ട്. ഇനി നമുക്ക് 22ാമത്തെ ചോദ്യം നോക്കാം. ഒരു മോട്ടോർ വാഹനത്തിൽ ബഹുസ്വരമുള്ള ഹോൺ ഘടിപ്പിക്കൽ അടിയന്തര ഘട്ടങ്ങളിൽ മാത്രം അനുവദിക്കും. ശബ്ദ മലിനീകരണത്തിന് കാരണമാകുന്നതിനാൽ നിയമപ്രകാരം കുറ്റമാണ്. വാഹനം അപകടത്തിൽപ്പെട്ടാൽ മാത്രം കുറ്റമേ അല്ല. മൾട്ടി ഹോൺ ഘടിപ്പിക്കൽ ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ശബ്ദ മലിനീകരണത്തിന് കാരണമാകുന്നതിനാൽ നിയമപ്രകാരം തന്നെ കുറ്റമാണ്. ഇനി നമുക്ക് 23ാമത്തെ ചോദ്യം നോക്കാം. നിങ്ങളൊരു മെയിൻ റോഡിലെ ട്രാഫിക് ലൈറ്റുകളോ പോലീസുകാരോ ട്രാഫിക് സിഗ്നലോ ഇല്ലാത്ത ജംഗ്ഷനിൽ എത്തുമ്പോൾ എന്ത് ചെയ്യണം? വാഹനം നിർത്തി വാഹനത്തിൽ നിന്നിറങ്ങി മറ്റു റോഡുകളിൽ നിന്ന് വാഹനമില്ലെന്ന് പരിശോധിച്ച് മുന്നോട്ട് പോകുക. വാഹനം നിർത്തി ജാഗ്രതയോടെ മുന്നോട്ട് പോകുക. വഴി വ്യക്തമാണെങ്കിൽ വേഗതയോടെ മുന്നോട്ട് പോകുക. വേഗത കുറച്ച് ജാഗ്രതയോടെ മുന്നോട്ട് പോകുക. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. വേഗത കുറച്ച് ജാഗ്രതയോടെ മുന്നോട്ട് പോകുക. 24. ചുവപ്പ് ഓർ പർപ്പിൾ റോഡ് മാർക്കിങ്ങുകൾ പ്രാഥമികമായി ഉപയോഗിക്കുന്നത്. ഓപ്ഷൻസ്: അപകടം മനസ്സിലാക്കാൻ ആളുകളെ സഹായിക്കുന്നു. സുഗമമായ ഗതാഗതം മനസ്സിലാക്കാൻ. തിരക്കേറിയ റോഡുകൾ അറിയാൻ. കാഴ്ചക്കുറവുള്ള റോഡുകൾ തിരിച്ചറിയാൻ. ചുവപ്പ് ഓർ പർപ്പിൾ റോഡ് മാർക്കിങ്ങുകൾ പ്രാഥമികമായി ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ എ ആണ്. അപകടം മനസ്സിലാക്കാൻ ആളുകളെ സഹായിക്കുന്നത്. 25. റോഡിന് കുറുകെ ഇട്ടിട്ടുള്ള ഇരട്ട വരകൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? വാഹനം നിർത്തി പ്രധാന റോഡിലെ വലത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് മുൻഗണന നൽകുക. പ്രധാന റോഡിലേക്ക് സ്വതന്ത്രമായി ഇരുദിശയിലേക്കും പ്രവേശനം അനുവദിച്ചിരിക്കുന്നു. വരകൾ മുറിച്ച് കടക്കരുത്. മുകളിൽ പറഞ്ഞതൊന്നും ശരിയല്ല. ഇതിൻ്റെയും സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. റോഡിലെ വരകൾ എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. വാഹനം നിർത്തി വലതുവശത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് മുൻഗണന നൽകുക പ്രധാന റോഡിലെ. 26. സാധുവായ ലൈസൻസ് ഇല്ലാത്ത ഒരാൾക്ക് വാഹനം ഓടിക്കാൻ മോട്ടോർ വാഹനം നൽകാമോ? ഓപ്ഷൻസ്: നൽകാം, കാരണം ഡ്രൈവർ മാത്രമാണ് ഉത്തരവാദി. ബി, നൽകാം, ആ വ്യക്തിക്ക് ഡ്രൈവർ വിദഗ്ധനാണെങ്കിൽ. സി, വാഹനം അപകടത്തിൽപ്പെട്ടാൽ മാത്രം കുറ്റം. ഡി, ഇല്ല, കാരണം വാഹനത്തിൻ്റെ ചുമതലയുള്ള വ്യക്തിയും ബാധ്യസ്ഥനാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. വാഹനം അപകടത്തിൽപ്പെട്ടാൽ മാത്രം കുറ്റം. 27ാമത്തെ ചോദ്യം. ഒരു നീണ്ട യാത്രയുടെ വിരസത നിങ്ങൾക്ക് ഉറക്കം വരാൻ ഇടയാക്കാം. അതിനാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തിരിക്കണം. റോഡ് വിട്ട് വാഹനം നിർത്താൻ സുരക്ഷിതമായ ഒരു സ്ഥലം കണ്ടെത്തി വിശ്രമിക്കുക. ചുറ്റുമുള്ള ഭൂപ്രകൃതിയിലേക്ക് നോക്കി ഭംഗി ആസ്വദിക്കുക. നിങ്ങളുടെ യാത്ര വേഗത്തിൽ പൂർത്തിയാക്കാൻ വേഗത്തിൽ ഡ്രൈവ് ചെയ്യുക. വിശ്രമത്തിനായി വാഹനം റോഡിൻ്റെ ഷോൾഡറിൽ നിർത്തുക. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. റോഡ് വിട്ട് വാഹനം നിർത്താൻ സുരക്ഷിതമായ ഒരു സ്ഥലം കണ്ടെത്തി വിശ്രമിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 28. ടി ഇൻ്റർസെക്ഷൻ എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ടി ഇൻ്റർസെക്ഷൻ റൗണ്ടിലുണ്ട്, സർക്കിളിലുണ്ട്, ട്രയാങ്കിളിലുണ്ട്. അപ്പോൾ അത് ഓർമ്മിച്ചിട്ട് ഏതാണോ ആൻസർ എന്നുള്ളത് പറയാം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. മുന്നറിയിപ്പ് ബോർഡാണ് ടി ഇൻ്റർസെക്ഷൻ. ഇനി നമുക്ക് 29ാമത്തെ ചോദ്യം നോക്കാം. എല്ലാ N വിഭാഗത്തിലുള്ള വാഹനങ്ങൾക്കും, അതായത് ചരക്ക് വാഹനങ്ങൾ, കേരളത്തിലെ ഒരു 4 വരി ദേശീയപാതയിൽ നിലവിലുള്ള പരമാവധി അനുവദനീയമായ വേഗപരിധി എത്രയാണ്? മണിക്കൂറിൽ 60, മണിക്കൂറിൽ 70, മണിക്കൂറിൽ 80, മണിക്കൂറിൽ 90. ഈ ലെവലിലെ 29ാമത്തെ ചോദ്യമാണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. മണിക്കൂറിൽ 80 കിലോമീറ്ററാണ് വേഗപരിധി, അനുവദനീയമായ വേഗപരിധി. ഇനി നമുക്ക് ഈ ലെവലിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്കിവിടെ ഒരു ക്യാപ്ച വന്നിട്ടുണ്ട്. ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കാം. 30ാമത്തെ ചോദ്യം. ഒരു വാഹനം വ്യക്തികളെയോ ചരക്കോ അല്ലെങ്കിൽ ലഗേജോ കയറ്റുന്നതിനും ഇറക്കുന്നതിനും ഒഴികെ മറ്റേതെങ്കിലും ആവശ്യത്തിന് നിശ്ചലാവസ്ഥയിൽ കാത്തുകിടക്കുന്നത് 3 മിനിറ്റ് കൂടുതൽ സമയം നിർത്തിയിടുന്നതിനും ഡേഷ് എന്ന് പറയുന്നു എന്നാണ്. അപ്പോൾ സ്റ്റോപ്പിംഗ്, വെയിറ്റിംഗ്, പാർക്കിംഗ് സജ്ജീകരിക്കുന്നു. ഇതിൻ്റെ ആൻസർ വരുന്നത് പാർക്കിംഗ് ആണ്. അപ്പോൾ ഈ ലെവലിലെ 30 ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്.